ഈ ആനകളെ കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണ്. ആനകൾ മാത്രമല്ല, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഇപ്പോൾ നാട്ടിലൂടെ വിലസുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്നലെ മലപ്പുറത്താണെങ്കിൽ ഒരു ആന പോയി കിണറ്റിൽ ചാടിയത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒടുവിൽ ഏകദേശം 20 മണിക്കൂർ എടുത്തു ഈ ആനയൊന്ന് കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. നിലവിൽ പുറത്തെത്തിച്ച ആനയെ രാത്രി RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് അതിനെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ആനയുമായി ബന്ധപ്പെട്ട മലപ്പുറം അരീക്കോട്ടെ കിണറ്റിൽ വീണ ആനക്കഥ കൂടി നമുക്കൊന്ന് കണ്ടുവരാം വളരെ വേഗത്തിൽ. ുമായി പകൽ മുഴുവൻ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രക്ഷാദൗത്യം സാധ്യമായത്. ആനയെ മയക്കുവെടിവെച്ച് മറ്റൊരു വനത്തിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നമാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ സോളാർ ഫെൻസിംഗ് ഇട്ട ഫോറസ്റ്റിലേക്ക് ഇത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഇത് ഈ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങൾ വീണ്ടും നശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ആന അവശനിലയിലായതിനാൽ മയക്കുവെടിവെക്കാനാവില്ലെന്ന് വനം വകുപ്പും. ഒടുവിൽ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാമെന്ന ഉറപ്പിന്മേലാണ് രാത്രി 8 മണിയോടെ രക്ഷാദൗത്യം പുനരാരംഭിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ച് വഴിയൊരുക്കി. 10:30 കൊമ്പൻ പുറത്തേക്ക്. കിണറിന്റെ ഉടമ സണ്ണിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. 60 പേരാണ് വനം വകുപ്പിന്റെ ദൗത്യസംഘത്തിലുണ്ടായിരുന്നത്. ആവശ്യമെങ്കിൽ കുങ്കിയാനകളെ എത്തിച്ച് ആനയെ ഉൾവനത്തിലേക്ക് കയറ്റും. കൈരളി ന്യൂസ്, മലപ്പുറം.